ഫ്രണ്ട്സ്, കുംഭമാസമൊക്കെ അല്ലേ, ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ പൂളുവെട്ടി നടേണ്ടുന്ന സമയമായേ. ഇപ്പോൾ നമുക്ക് ചീമച്ചേമ്പൊന്ന് പൂള് വെട്ടി എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം എന്നുള്ളതൊന്ന് കാണുമ്പോഴേ, ഇതിനു വേണ്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്രാവശ്യം വിളവെടുത്ത ചേമ്പിൻ്റെ കുണ്ട സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയുള്ള കുണ്ടകൾ, നമ്മുടെ നാട്ടിൽ ഇതിനെ ചേമ്പിൻ്റെ കുണ്ട എന്നാട്ടോ പറയുന്നത്. പല സ്ഥലത്തും പല പേരായിരിക്കും അറിയപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചേമ്പിൻ്റെ കുണ്ട എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇതൊന്ന് നമുക്ക്, ഇപ്പോൾ നമ്മുടെ താഴെ പുരയിടത്തിലാണേ, ഇത് നമുക്ക് മേളി വീടിൻ്റെ അടുത്ത് കൊണ്ടുപോയി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും മേളി വീട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയി, ഇരുമ്പ് ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നില്ല കേട്ടോ, പിച്ചാത്തി ഒന്നും എടുത്തുകൊണ്ട് വന്നില്ല, മേളിലോട്ട് കൊണ്ടുപോയി വൃത്തിയാക്കി എടുക്കാം. നമുക്ക് തറയിലോട്ട് പറക്കി വയ്ക്കാം. തറ പറക്കി വെച്ചിട്ടേ പൂള് വെട്ടി ഇതിനകത്ത് തന്നെ ഇടാം, ചരുവത്തിൽ തന്നെ ഇടാം. നമുക്ക് ഇതിനെ ഒന്ന് ചുവ വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കിയിട്ട് നമുക്ക് പൂള് വെട്ടാമേ. നമ്മൾ ഇത് കണ്ടോ, ഇതേപോലെ വൃത്തിയാക്കണം. വൃത്തിയാക്കി ഇത് നമുക്കിത് ഇവിടെ വെച്ചൊന്ന് കണ്ടിച്ചു കൊടുക്കാം. കണ്ടിച്ചു കൊടുത്തിട്ട് ഇത്രയും ഭാഗം നമുക്ക് വേണ്ട, ഇത് പഴമൂടാണ്. നമുക്കന്നേരം ഈ പഴമൂട് കട്ട് ചെയ്ത് കളയാമേ. പഴമൂട് ഇച്ചിരി കേടുണ്ടേ, ഇച്ചിരി ഭാഗത്ത് കേടുണ്ട്. ആ കേടുള്ള ഭാഗം ഇവിടെയും കൂടെ ഒരല്പം ഒന്ന് ചെത്തിക്കളയാം. നമുക്കേ നമ്മുടെ ഈ 4 വിരലിൻ്റെ വീതി കണ്ടോ, ഇത്രയും ഭാഗം വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഇതിപ്പോൾ 2ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നമുക്ക് ഈ രീതിക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂള് വെട്ടാം. ഇത് വലിയൊരു കുണ്ടയാണ്, അപ്പം നമുക്കിത് 3ആയിട്ട് പൂള് വെട്ടാനുണ്ടേ. ഇത് കണ്ടോ, അപ്പോൾ അത് ആ ഒരു പീസിൽ നിന്ന് നമുക്ക് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനിയെന്ന് വെച്ചാൽ ഇതിലേ പച്ചച്ചാണകം മുക്കണം. അങ്ങനെ ചാണകം മുക്കി വയ്ക്കുന്നത് കണ്ടല്ലോ. നമുക്ക് നഴ്സറിയുടെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ് നമ്മൾ ചാണകം എടുത്തതേ. ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ചാണകം